ആദ്യം ജെയ്സൺ ചാമുളപ്പിലേക്ക്. ജെയ്സൺ ചാമുളപ്പിൽ 5 മാസമായി അന്വേഷണം എന്ന പേരിൽ മൊഴിയെടുപ്പ് നടന്നു എന്നുള്ളത് ദേവസ്വങ്ങൾ ഉറപ്പിക്കുമ്പോൾ ആ മൊഴിയെടുക്കലിനപ്പുറത്തേക്കൊന്നും നടന്നില്ലേ എന്ന ചോദ്യമാണ് വിവരാവകാശ നിയമപ്രകാരം കിട്ടുന്ന മറുപടികളടക്കം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ വി എസ് സുനിൽകുമാർ അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. ഇതിൽ ഈ പൂരം കലങ്ങി എന്നുള്ളത് വ്യക്തമാണ്. അത് കലക്കിയത് ആര് എന്ന് അന്വേഷിക്കാതെ ഒളിച്ചു വയ്ക്കുന്നത് എന്തിനാണെന്ന ചോദ്യം നിലനിൽക്കുകയല്ലേ ജെയ്സൺ? തീർച്ചയായും സുജയ, ഏപ്രിൽ മാസത്തിൽ പൂരം അലങ്കോലപ്പെട്ടെങ്കിൽ ഇപ്പോൾ പൂര വിവാദവും കൂടുതൽ അലങ്കോലപ്പെട്ടു വരികയാണ്. സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്നു, പോലീസ് കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്നു. ആദ്യ 2 മാസത്തിനകം അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം 2 മാസം പോയിട്ട് 5 മാസം കഴിഞ്ഞിട്ടും അന്വേഷണം പോലും നടന്നിട്ടില്ലെന്ന് പോലീസിൻ്റെ ആസ്ഥാനത്ത് നിന്ന് മറുപടി ലഭിക്കുമ്പോൾ ഏത് രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നും കഴിഞ്ഞ നാളുകളിൽ വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു വന്ന വിവാദങ്ങൾ കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു അട്ടിമറിയാണോ എന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ദേവസ്വങ്ങൾ പോയി മൊഴി കൊടുത്തിരിക്കുന്നു. ഈ പൂരവുമായി ബന്ധപ്പെട്ട എല്ലാവരും പോയി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു. എന്നാൽ ആ മൊഴി എടുത്ത ശേഷം അത് അവിടെ തന്നെ വെച്ച് പിന്നീട് ഒരു തുടർ നടപടികളിലേക്ക് പോകാൻ പോലീസ് തയ്യാറായില്ല. നാം നേരത്തെ വാർത്താ ബുള്ളറ്റിനുകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ അത്തരമൊരു തുടർ നടപടി ഉണ്ടാകുമ്പോൾ ആ തുടർ നടപടികളിൽ ഒരു ഭാഗത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുക പോലീസ് തന്നെയാണ്. ആ പോലീസിന് നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അത്തരം ഒരു ഉത്തരം പറഞ്ഞാൽ അത് വലിയ പ്രതിസന്ധിയിലേക്കും വലിയ രീതിയിലുള്ള വിഷയങ്ങളിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് തന്നെയാണ് പോലീസ് പാതി വഴിയിൽ വെച്ച് അന്വേഷണം നിർത്തുന്ന സാഹചര്യം ഉണ്ടായത്. പൂരം നടക്കുന്ന ദിവസം ADGP തൃശ്ശൂരിലുണ്ടായിരുന്നു. ഈ ADGP തൃശ്ശൂരിലുണ്ടായത് എന്തിനായിരുന്നു എന്ന ചോദ്യം ഉയരും. ADGP സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയോ എന്ന ചോദ്യം ഉയരും. ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പോലീസിന് കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അന്വേഷണം പാതി വഴിയിൽ ഉപേക്ഷിച്ചത്. പക്ഷേ അല്ലെങ്കിൽ ദേവസ്വങ്ങൾ മാത്രമായിരുന്നു കുറ്റക്കാരെന്ന് അവർ കണ്ടെത്തിയിരുന്നെങ്കിൽ എത്രയോ വേഗം തന്നെ അത്തരമൊരു റിപ്പോർട്ട് വരുമായിരുന്നു. അതുകൊണ്ടാണ് VS സുനിൽകുമാറും അതുപോലെ തന്നെ മന്ത്രി K രാജൻ എന്ന് ഇത് സംബന്ധിച്ച പ്രസ്താവനകൾ നടത്തി. ഇരു ദേവസ്വങ്ങളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഏത് രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നാൽ പോലും ഒരു സമ്പൂർണ്ണമായ ഒരു അന്വേഷണ റിപ്പോർട്ട് വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകും സൂചിയ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഓക്കെ ജെയ്സൺ, നമുക്ക് രാഷ്ട്രീയമായ പ്രതിരോധം എങ്ങനെയാണ് എന്ന് കൂടി നോക്കാം. ശ്രീജിത്ത്, CPI കടുപ്പിക്കുന്നു എന്ന് മാത്രമല്ല VS സുനിൽകുമാർ നേരിട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിക്കാൻ വരെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ വലിയ പ്രതിരോധത്തിലേക്ക് ഇനി കടന്നിട്ട് കാര്യമുണ്ടോ? എന്താണ് സംഭവിച്ചത് ഈ അന്വേഷണത്തിന് എന്നുള്ളത് പറയാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാവുകയല്ലേ ശ്രീജിത്ത്? സുജിയ, തീർച്ചയായും പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിനാണ് ഈ തരത്തിലുള്ളൊരു ദുർഗതി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി മറുപടി പറയാൻ ബാധ്യസ്ഥനാകുന്ന ഘട്ടമാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്ത് ഈ പൂരം കലക്കൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളിലുള്ള ആശങ്ക സംസ്ഥാന മന്ത്രിസഭയിലെ CPIയുടെ നിയമസഭാകക്ഷി നേതാവായ K രാജൻ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഇത് വളരുകയാണ്. CPI അതിൻ്റെ ഏറ്റവും ശക്തമായ നിലപാട് പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായ കൗൺസിൽ അംഗവും CPIയുടെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാറാണ് ഏറ്റവും ശക്തമായ നിലപാട് പ്രകടിപ്പിച്ചിട്ടുള്ളത്. CPIയുടെ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അടക്കമുള്ള ആളുകൾ നേരത്തെ ഈ കാര്യത്തിൽ പ്രതികരണം നടത്തിയതുമാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായി വളരുന്ന വിഷയത്തിൽ ഒരു നിലപാട് പറയാൻ അല്ലെങ്കിൽ ഒരു നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പൂർണ്ണമായും മൗനം പാലിക്കുകയാണ്. പൂരം കലക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ADGP MR കുമാറിനെതിരെ നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി പരിശോധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ പൂരം കലക്കലിനെ പറ്റി ADGP MR കുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണ റിപ്പോർട്ട് എവിടെ? ആ നിർണായക ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇതുവരെയും സർക്കാരിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ CPIയുടെ നിലപാട് കർശനമായ ഒരു നിലപാടിലേക്ക് വരുമ്പോൾ അത് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഈ കാര്യത്തിൽ വിവരാവകാശ നിയമം അനുസരിച്ചുള്ള അപേക്ഷയുമായി VS സുനിൽകുമാർ നീങ്ങുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന മറുപടിക്ക് ശേഷം മറുപടിയും സ്വാഭാവികമായും റിപ്പോർട്ടില്ല എന്ന് തന്നെയായിരിക്കും. അപ്പോൾ അതിനെന്ത് മറുപടി രാഷ്ട്രീയമായി സർക്കാരിന് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന് നൽകാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഈ ഘട്ടത്തിൽ ഉയരുന്നത്.